ഇത് ജാൻവി കേസിന്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഈ കേസിൽ പോലീസ് വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് അറിയുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഞെട്ടിപ്പോകും. പക്ഷെ അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവെ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസിന്റെ പ്രാഥമിക കടമ എന്തായിരിക്കും? അവർ സാങ്കേതികമായി എന്തെല്ലാം കാര്യങ്ങളാണ് പിന്തുടരേണ്ടത്? ഒരു കൊലപാതകം നടന്നു എന്ന വിവരം ലഭിച്ചയുടനെ ആ ക്രൈം സീനിലേക്ക് എത്തുന്ന അടുത്ത നിമിഷം പോലീസ് ചെയ്യേണ്ട ഒന്നാമത്തെ ജോലി കോർഡോറിംഗ് ഓഫ് ദ ക്രൈം സീൻ ആണ്. അതായത് ആ സ്ഥലം മുഴുവനും ബാരിക്കേഡുകൾ വെച്ച് ഒരു സുരക്ഷാ വലയം തീർക്കണം. തെളിവുകൾ ആരും നശിപ്പിക്കാതിരിക്കാൻ ആ സ്ഥലം കൃത്യമായി സംരക്ഷിക്കണം. രണ്ടാമതായി ഫോട്ടോഗ്രാഫിയും വീഡിയോയും. ക്രൈം സീനിലുള്ള ഒരു ചെറിയ തുരുമ്പ് പോലും പോലീസ് സ്വന്തം കൈകൊണ്ട് തൊടുന്നതിന് മുൻപ് അവിടെ മൃതദേഹം എങ്ങനെയാണ് കിടക്കുന്നത്, ചുറ്റും എന്തൊക്കെ സാധനങ്ങളാണ് ചിതറിക്കിടക്കുന്നത് എന്നെല്ലാം ഓരോ ഫ്രെയിമും കൃത്യമായി ഫോട്ടോയും വീഡിയോയും എടുത്ത് സൂക്ഷിക്കണം. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അതാണ് പഞ്ച്നാമ എന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ ഇതൊരു ക്രൈം സീൻ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ്. അതായത് ആ സ്ഥലത്ത് പോലീസ് എന്തൊക്കെ കണ്ടു, എന്തൊക്കെ സാധനങ്ങൾ കണ്ടെടുത്തു, രക്തക്കറകൾ എവിടെയെല്ലാമാണ് ഉണ്ടായിരുന്നത് എന്നെല്ലാം ഒരു രേഖയായി തയ്യാറാക്കണം. പക്ഷെ ഇത് പോലീസിന് മാത്രമായി എഴുതിയുണ്ടാക്കാൻ കഴിയില്ല. ആ പ്രദേശത്തുള്ള ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത 2 പൊതുജനങ്ങളെ അവർ സാക്ഷികളായി വിളിക്കണം. ഇവരെയാണ് പഞ്ചാസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ മുന്നിൽ വെച്ച് മാത്രമേ ഈ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ പാടുള്ളൂ. ഒപ്പം ഇവരുടെ ഒപ്പും വാങ്ങണം. ഇതിനെയാണ് സ്പോട്ട് പഞ്ച്നാമ എന്ന് വിളിക്കുന്നത്. കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തെളിവ് ഇതാണ്. നാലാമതായി തെളിവുകൾ ശേഖരിക്കലും അവ സീൽ ചെയ്യലും. ക്രൈം സീനിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ, അതായത് രക്തം പുരണ്ട വസ്ത്രങ്ങൾ, മുടി, ആയുധം എന്നിവയെല്ലാം ഗ്ലൗസ് ധരിച്ചു മാത്രമേ എടുക്കാവൂ. അത് കൃത്യമായ സ്റ്റെറൈൽ ബാഗുകളിൽ പാക്ക് ചെയ്യുകയും വേണം. സ്റ്റെറൈൽ ബാഗ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ബാക്ടീരിയയോ വൈറസോ ഇല്ലാത്ത വിധം പൂർണ്ണമായും ക്ലീൻ ചെയ്ത ബാഗുകളാണ്. അല്ലാതെ വെറും ഒരു കവറിലിട്ട് ചുമ്മാ മൂടി വയ്ക്കാൻ പാടില്ല. ആ കവർ കൃത്യമായി അടച്ച് അതിനു മുകളിൽ പോലീസിന്റെ ഔദ്യോഗിക സീൽ വെച്ച് സുരക്ഷിതമാക്കണം. അങ്ങനെ സീൽ ചെയ്ത തെളിവുകൾ സുരക്ഷിതമായി ഫോറൻസിക് ലാബിലേക്ക് എത്തിക്കണം. ഈ തെളിവുകൾ എടുക്കുന്നത് മുതൽ ലാബിൽ എത്തിക്കുന്നത് വരെ ഒരിടത്തു പോലും ആ സീൽ പൊട്ടാൻ പാടില്ല. ഈ സുരക്ഷാ രീതിയാണ് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറയുന്നത്. ഇതാണ് ഒരു പെർഫെക്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ നിയമങ്ങൾ. ഇതിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും കോടതിയിൽ വക്കീലന്മാർ ആ തെളിവുകളെ വളരെ എളുപ്പത്തിൽ തള്ളിക്കളയും. ഇനി പറയൂ, ഇത്രയും കർശനമായ നിയമങ്ങൾ പാലിക്കേണ്ട ഖാർ പോലീസ് ജാൻവി കേസിൽ എന്താണ് ചെയ്തതെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം. കോടതി നൽകിയ ഫൈനൽ റിപ്പോർട്ട് പ്രകാരം ഈ അന്വേഷണത്തിൽ പോലീസ് വരുത്തിയ ആ അടുക്കടുക്കായ വീഴ്ചകളിൽ ഒന്നാമത്തേത് സ്പോട്ട് പഞ്ച്നാമയിലെ സമയത്തുള്ള ആശയക്കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ പോലീസ് കോടതിയിൽ വാദിച്ചത്, ഞങ്ങൾ ആ ക്രൈം സീനിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് വരെ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ ആ ബിൽഡിംഗിലെ CCTV ദൃശ്യങ്ങൾ കോടതിയിൽ പരിശോധിച്ചപ്പോൾ രാവിലെ 10 മണിക്ക് ശേഷം പോലീസ് ആ ക്രൈം സീനിൽ ഉണ്ടായിരുന്നതേയില്ല. എല്ലാ പോലീസുകാരും അതിനു മുൻപ് തന്നെ അവിടെ നിന്നും പോയിരുന്നു. ഈ സമയത്തിലുള്ള വ്യത്യാസത്തെ കോടതി വളരെ ഗൗരവത്തോടെയാണ് എടുത്തത്. രണ്ടാമത്തെ വീഴ്ച തെളിവുകൾ കൃത്യമായി സീൽ ചെയ്യുന്നതിൽ വന്ന പരാജയമാണ്. ക്രൈം സീനിൽ നിന്നും പോലീസ് ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയായിരുന്നു എന്നതേ അറിയാം. ജാൻവിയുടെ വസ്ത്രങ്ങൾ, ദിയ ഉറങ്ങിക്കിടന്നിരുന്ന ബെഡ്ഷീറ്റ്, രക്തം പുരണ്ട വസ്തുക്കൾ, പിന്നെ തലമുടിയുടെ സാമ്പിളുകൾ എന്നിവയായിരുന്നു. ഇതെല്ലാം പോലീസ് ഒരു സാധാരണ പ്ലാസ്റ്റിക് കവറിലാണ് പാക്ക് ചെയ്തത്. എന്നാൽ അത് നിയമപ്രകാരം സീൽ ചെയ്യാൻ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. മൂന്നാമത്തെ വീഴ്ചയിലാണ് പോലീസിന്റെ അനാസ്ഥ അതിന്റെ പരമാവധിയിലെത്തിയത്. അവിടെ നിന്നും ശേഖരിച്ച വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ സീൽ ചെയ്യാത്തതുമായ ആ തെളിവുകൾ പോലീസ് സ്റ്റേഷനിലേക്കോ ഫോറൻസിക് ലാബിലേക്കോ കൊണ്ടുപോകാതെ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ കൈവശമാണ് പോലീസ് കൊടുത്തയച്ചത്. ഒരു കൊലപാതക കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ വാച്ച്മാന്റെ കയ്യിൽ കൊടുക്കാൻ മാത്രം ഒരു പോലീസ് ടീം എങ്ങനെയാണ് ഇത്രയും അശ്രദ്ധമായി പെരുമാറുന്നത്? ഈ ഞെട്ടിക്കുന്ന വീഴ്ച കണ്ടിട്ടാണ് കോടതി പോലീസിനെ
കെയർലെസ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ് നേരിട്ട് രൂക്ഷമായി വിമർശിച്ചത്. നാലാമത്തെ വീഴ്ച ചെയിൻ ഓഫ് കസ്റ്റഡി തകർന്നുവെന്നതാണ്. പൊതുവെ ഒരു ക്രൈം കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നത് മുതൽ അത് സീൽ ചെയ്ത് സുരക്ഷിതമായി ഫോറൻസിക് ലാബിലേക്ക് എത്തിക്കുന്നത് വരെ ഒരു സുരക്ഷിതമായ ശൃംഖലയുണ്ടായിരിക്കും, ഒരു ചെയിൻ. അതിനെയാണ് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറയുന്നത്. എന്നാൽ ഈ കേസിൽ ആ ചെയിൻ പൂർണ്ണമായും തകർന്നു പോയതുകൊണ്ട് ഫോറൻസിക് റിപ്പോർട്ടിലെ തെളിവുകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇടയ്ക്ക് വെച്ച് ആ തെളിവുകളുടെ ബാഗ് തുറന്ന് മറ്റാരുടെയെങ്കിലും മുടി അതിലേക്കിട്ടാൽ എങ്ങനെയിരിക്കും? ഇതുകൊണ്ടാണ് കോടതിക്ക് അത് വിശ്വസനീയമായ തെളിവായി കണക്കാക്കാൻ കഴിയാതെ പോയത്. അഞ്ചാമത്തെ വീഴ്ച എന്തെന്നാൽ ദിയയുടെ കമ്മലാണ്. ജാൻവി മരിച്ചു കിടന്ന ആ ക്രൈം സീനിൽ നിന്ന് ദിയയുടേതായ ഒരു കമ്മൽ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ പോലീസ് അത് കൃത്യമായ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യാൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കോടതിയിൽ അത് ശക്തമായൊരു തെളിവായി സ്ഥാപിക്കാൻ കഴിഞ്ഞതുമില്ല. ആറാമത്തെ വീഴ്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രദേശത്തുള്ള 2 പൊതുജനങ്ങളെ സാക്ഷികളാക്കി സ്പോട്ട് പഞ്ചനാമ തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അതിൽ സാക്ഷിയായിരുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് പോലീസ് അവരുടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചില്ല എന്ന് പിന്നീട് വ്യക്തമായി. യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടിച്ചേർന്ന് കോടതിയിൽ കേസ് വാദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ഭാഗത്തിന് വലിയൊരു തിരിച്ചടിയായി മാറി. കോടതി നേരിട്ട് എന്താണ് പറഞ്ഞതെന്നറിയാമോ? പോലീസ് നടത്തിയ സ്പോട്ട് ഡോക്യുമെന്റേഷനും അവർ ശേഖരിച്ച തെളിവുകളും എല്ലാം ഡിഫക്റ്റീവ്, വ്യാജമായത് അല്ലെങ്കിൽ പിഴവുള്ളത് എന്നാണ്. എന്നാൽ അന്വേഷണത്തിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ കുറ്റവാളിയെ ശിക്ഷിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ തെളിവുകൾ പോലീസിന്റെ അനാസ്ഥ കാരണം ദുർബലപ്പെട്ടു പോയി എന്നാണ്. ഒരു വശത്ത് ജാൻവിക്ക് സംഭവിച്ച ആ അതിക്രൂരത, മറുവശത്ത് ആ ക്രൂരതയ്ക്ക് നീതി വാങ്ങി നൽകേണ്ട തെളിവുകൾ കൈകാര്യം ചെയ്തതിൽ പോലീസിന് പറ്റിയ വലിയ തെറ്റുകൾ. ആലോചിച്ച് നോക്കൂ, ഇതിലും വലിയൊരു കഷ്ടം എവിടെ ഉണ്ടാകാനാണ്? ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം പോലീസിന്റെ ഈ തുടർച്ചയായ വീഴ്ചകളാണ് പിന്നീട് ഈ കേസിൽ ജാൻവിയുടെ കൂട്ടുകാരിയായ ദിയ പഠാൽക്കറിന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ ഒരു വലിയ കാരണമായി മാറിയത്. അതെ, 2021 ജൂണിൽ ദിയയ്ക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. ദിയയുടെ അച്ഛനായ സമീർ മീഡിയയോട് തുടർച്ചയായി പറഞ്ഞത്, എന്റെ മകളെ ഈ കേസിൽ മനഃപൂർവ്വം തെറ്റായി കുടുക്കാൻ നോക്കുകയാണ്, അവൾ നിരപരാധിയാണ്. ജാൻവിക്ക് സംഭവിച്ച കാര്യങ്ങളുമായി എന്റെ മകൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ ദിയ പുറത്തു നിന്നുകൊണ്ട് തന്നെ ഈ കേസിന്റെ ട്രയൽ നേരിടാൻ തുടങ്ങി. എന്നാൽ ശ്രീ എന്ന പ്രതിക്ക് ജാമ്യമൊന്നും ലഭിച്ചില്ല. അവൻ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഈ കേസിനെ നേരിട്ടത്. ഇപ്പോൾ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ വളരെ ഗൗരവമായി നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ ട്രയൽ 1-2 മാസമല്ല, ഏതാണ്ട് 5 വർഷത്തോളമാണ് നീണ്ടു നിന്നത്. ഒരുപാട് ഹിയറിങ്ങുകൾ, മാറ്റിവെക്കലുകൾ, സാക്ഷി വിസ്താരങ്ങൾ, അങ്ങനെ കേസ് നീണ്ടുപോയി. ഗവൺമെന്റ് ഭാഗത്തു നിന്നും ആകെ 49 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. അതിൽ ഡോക്ടർമാർ, ഫോറൻസിക് വിദഗ്ധർ, ബിൽഡിംഗിലെ സെക്യൂരിറ്റി, അവിടുത്തെ അയൽവാസികൾ, പാർട്ടിയിൽ പങ്കെടുത്ത മറ്റു സുഹൃത്തുക്കൾ, ക്രൈം സീനിലേക്ക് ആദ്യം പോയി പോലീസ് ഓഫീസർമാർ എന്നിവരെല്ലാം കോടതിയിലെത്തി തങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തി. അങ്ങനെ കോടതിയിൽ വിചാരണ ആരംഭിച്ചപ്പോൾ ഇരുഭാഗത്തെയും വക്കീലന്മാർ തങ്ങളുടെ വാദങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കാൻ തുടങ്ങി. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും, അതായത് സർക്കാർ വക്കീൽ കുറ്റവാളിയായ ശ്രീക്കെതിരെ വളരെ പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഉന്നയിച്ചത്. ഒന്നാമതായി, ജാൻവിയുടെ മൃതദേഹം ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ യാതൊരു പരിഭ്രാന്തിയുമില്ലാതെ വളരെ ശാന്തനായി ശ്രീ അവിടെ നിന്നും നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ. രണ്ടാമതായി, ശ്രീയുടെ ടീഷർട്ടിൽ ജാൻവിയുടെ രക്തം ഉണ്ടായിരുന്നു എന്ന് ഫോറൻസിക് റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. മൂന്നാമതായി, ജാൻവിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന 40-ലധികം അതിക്രൂരമായ പരിക്കുകൾ. പ്രത്യേകിച്ച് വളരെ ഉയരത്തിൽ നിന്നും അവരെ താഴേക്ക് തള്ളിയിട്ടത് കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്. നാലാമതായി, സംഭവം നടന്ന ദിവസം തന്നെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി അവൻ മാറ്റി മാറ്റി പറഞ്ഞ 3 കള്ളക്കഥകൾ. അഞ്ചാമതായി, 2nd ഫ്ലോറിലെ പടിക്കെട്ടിൽ നടന്ന അതിക്രൂരമായ പോരാട്ടത്തിന്റെ തെളിവുകൾ. ഇവയെല്ലാം വക്കീൽ കോടതിക്ക് മുന്നിൽ വളരെ ശക്തമായി നിരത്തി. എന്നാൽ ഡിഫൻസ് സൈഡ്, അതായത് പ്രതിഭാഗം വക്കീൽ ഇതിന് മറുപടിയായി പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഇതൊരു കൊലപാതകമേ അല്ല, അവൾ സ്വയം ജീവനൊടുക്കിയതാകാം എന്നാണ്. ജാൻവി സ്വന്തം ഇഷ്ടപ്രകാരം പടിക്കെട്ടിൽ നിന്നും താഴേക്ക് ചാടിയതാണ് എന്ന വിചിത്രമായ വാദമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന രക്തക്കറകൾ, ജാൻവിയുടെ മുടിയുടെ സാമ്പിളുകൾ, ക്രൈം സീനിൽ നടന്ന പോരാട്ടത്തിന്റെ തെളിവുകൾ എന്നിവ മുൻനിർത്തി കോടതി പ്രതിഭാഗത്തിന്റെ ആ വാദം, അതായത് ജാൻവി ആത്മഹത്യ ചെയ്തതാണ് എന്ന വാദം അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു. അതിനുശേഷം പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് എന്തെന്നാൽ, മൈ ലോർഡ്, ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല, അതുകൊണ്ട് ശ്രീക്ക് വധശിക്ഷയൊന്നും നൽകരുത്.
ഈ കേസിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം കേവലം സാഹചര്യ തെളിവുകളാണ്. അതിനെ മാത്രം മുൻനിർത്തി 100% ഈ കുറ്റം തെളിയിക്കാൻ കഴിയില്ല എന്ന് വാദിച്ചു. അതേസമയം തന്നെ ദിയയുടെ ഭാഗത്ത് നിന്നും അവളുടെ വക്കീൽ വാദിച്ചത് ഇതാണ്: മൈ ലോർഡ്, ദിയ ആ പാർട്ടിയിൽ അമിതമായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ബോധമില്ലാതെ ടെറസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബെഡിൽ കിടന്നുറങ്ങിപ്പോയി. ഈ കൊലപാതകമോ അക്രമമോ നടക്കുമ്പോൾ അവൾ ആ വഴക്കിൽ ഒട്ടും ഉൾപ്പെട്ടിരുന്നില്ല. അവളുടെ ചുണ്ടിലുണ്ടായിരുന്ന പരിക്ക് ആ വഴക്കിലുണ്ടായതല്ല, അത് മറ്റെന്തോ കാരണം കൊണ്ട് സംഭവിച്ചതാകാം. എല്ലാറ്റിനുമുപരി പോലീസ് തെളിവുകൾ കൃത്യമായ രീതിയിൽ ശേഖരിക്കാത്തത് കൊണ്ട് ജാൻവിയുടെ കൊലപാതകത്തിൽ ദിയയ്ക്ക് പങ്കുണ്ടെന്നോ അല്ലെങ്കിൽ പൊതുവായ ഉദ്ദേശം ഉണ്ടെന്നോ സംശയരഹിതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൽ നിന്നും അവളെ വെറുതെ വിടണമെന്ന് വാദിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ ഭാഗം, അതായത് ജാൻവിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല, എന്റെ മകളെ ഇത്രയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ 2 പേർക്കും തീർച്ചയായും ശിക്ഷ ലഭിക്കണം. അവർക്ക് പരമാവധി ശിക്ഷ നൽകി ക്രൂരമായി കൊല്ലപ്പെട്ട ജാൻവിയുടെ ആത്മാവിന് നീതി വാങ്ങി നൽകണമെന്നത് മാത്രമായിരുന്നു അവരുടെ ഒരേ ഒരു ആവശ്യം. ഇങ്ങനെ ഇരുഭാഗവും തങ്ങളുടെ ശക്തമായ വാദങ്ങൾ നിരത്തിയതിനു ശേഷം ഏതാണ്ട് 5 വർഷത്തെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 2026 ജനുവരി 31 ശനിയാഴ്ച ആ വിധി വന്നു. ഒട്ടുമൊത്ത മുംബൈ നഗരവും കാത്തിരുന്ന ആ വിധി പ്രസ്താവിച്ചു. ആ വിധി പ്രസ്താവിക്കാൻ അഡീഷണൽ സെഷൻ ജഡ്ജി സത്യനാരായണൻ 11 കോടതി മുറിയിൽ തയ്യാറായിരുന്നു. ആ കോർട്ട് ഹാൾ മുഴുവനും ഒരു ശ്മശാന മൂകതയായിരുന്നു. 5 വർഷമായി സ്വന്തം മകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി മാത്രം ഓടി നടന്ന് പോരാടിയ ജാൻവിയുടെ അമ്മ നിധി ആ കോടതി മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ കണ്ണീരും മനസ്സ് നിറയെ ഭയം കലർന്ന പ്രതീക്ഷയുമായിരുന്നു. ജഡ്ജി ഫൈനലായി ആ കേസ് ഫയൽ തുറന്ന് വിധി വായിക്കാൻ ആരംഭിച്ചു. പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം അന്ന് രാത്രി യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതായിരുന്നു. അന്ന് രാത്രി കൃത്യം 12 മണിക്ക് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഹാപ്പി ന്യൂ ഇയർ വിളിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ തുടങ്ങി. അതുവരെ എല്ലാം വളരെ നോർമലായും സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പാർട്ടി ആരംഭിച്ച് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ജാൻവിയുടെ സുഹൃത്തുക്കളായ ശ്രീയും ദിയയും അമിതമായി മദ്യപിച്ച് ലഹരിയിലായി. ആ ലഹരിയിൽ ശ്രീ ടെറസിൽ വെച്ച് ദിയയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. കോടതിയുടെ ഉത്തരവിൽ ജഡ്ജി ഇതിനെ പ്രെഡേറ്ററി ബിഹേവിയർ എന്നാണ് പറഞ്ഞത്. അതായത് ഇരപിടിയൻ സ്വഭാവം എന്നാണ് നേരിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ശ്രീ ദിയയെ ചുംബിക്കാൻ പോലും ശ്രമിച്ചു. തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ കുട്ടിക്കാലം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടും തന്റെ അടുത്ത സുഹൃത്തും ഇങ്ങനെ അതിര് കടന്ന് പെരുമാറുന്നത് ജാൻവിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ജാൻവിക്ക് വലിയ രീതിയിൽ ദേഷ്യം വരികയും മനസ്സ് വിഷമിക്കുകയും ചെയ്തു. അവൾ ഉടൻ തന്നെ അവിടെ വെച്ച് ശ്രീയോട് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു. ഇതോടെ ശ്രീയും ജാൻവിയും തമ്മിൽ വലിയ വാക്കുതർക്കം ഉടലെടുത്തു. ശബ്ദം കൂടുന്നത് കണ്ട് പാർട്ടിയിലുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ ഇവരെ പിടിച്ചു മാറ്റാനും ശാന്തരാക്കാനും ശ്രമിച്ചെങ്കിലും വഴക്ക് അവസാനിച്ചില്ല. സമയം അർദ്ധരാത്രി 1 മണി കഴിഞ്ഞ് ഒരു 30 മിനിറ്റായി. പാർട്ടിയിലുണ്ടായിരുന്ന ആളുകൾ കുറഞ്ഞു വന്നു. ചിലർ വീട്ടിലേക്ക് പോയി, ചിലർ മദ്യലഹരിയിൽ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. എന്നാൽ ജാൻവിയും ശ്രീയും തമ്മിലുള്ള വഴക്ക് മാത്രം ഒതുങ്ങിയില്ല. ആ വഴക്ക് ടെറസിൽ നിന്ന് മെല്ലെ ബിൽഡിങ്ങിന്റെ താഴത്തെ പടിക്കെട്ടുകളിലേക്ക് പതിയെ നീങ്ങാൻ തുടങ്ങി. പ്രോസിക്യൂഷൻ സമർപ്പിച്ച ക്രൈം സീൻ റീകൺസ്ട്രക്ഷൻ പ്രകാരം 2nd ഫ്ലോറിലെ പടിക്കെട്ടിലെത്തുമ്പോഴേക്കും ശ്രീയുടെ ദേഷ്യവും ആക്രോശവും അതിന്റെ പരമാവധിയിലെത്തിയിരുന്നു. ജാൻവി തുടർച്ചയായി അവനെ ചോദ്യം ചെയ്തത് അവന്റെ ഈഗോയെ ഭയങ്കരമായി മുറിവേൽപ്പിച്ചു. അപ്പോഴാണ് ശ്രീ കടുത്ത ആക്രോശത്തോടെ ജാൻവിയുടെ തല പിടിച്ച് അവിടുത്തെ സിമെന്റ് പടിക്കെട്ടിലെ ചുമരിലും താഴെയുള്ള പടികളിലും അതിക്രൂരമായി ഇടിക്കുന്നത്. ആ സമയത്ത് ജാൻവിയും സ്വയം രക്ഷിക്കാൻ വേണ്ടി പരമാവധി പോരാടി. ജാൻവി ശ്രീയുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. അതിനിടയിലാണ് ശ്രീ ധരിച്ചിരുന്ന ഷർട്ടിന്റെ ബട്ടണുകൾ അവിടെ പൊട്ടിത്തെറിച്ച് താഴെ വീണത്. അതെ, ക്രൈം സീനിൽ നിന്ന് കണ്ടെടുത്ത ആ ബട്ടണുകൾ ശ്രീയുടെ തന്നെയായിരുന്നു. ആ സമയത്ത് ശ്രീ ജാൻവിയുടെ മുടിയിൽ പിടിച്ച് അതിക്രൂരമായി വലിച്ചടിക്കാൻ തുടങ്ങി. അതിൽ ജാൻവിയുടെ തലമുടി അവിടെ അങ്ങിങ്ങായി പറിച്ചെടുക്കപ്പെട്ട് ഉതിർന്നു വീണു. എന്നാൽ ഒരു രാക്ഷസനെ പോലെ അവൻ നടത്തിയ ആ ക്രൂരമായ ആക്രമണം താങ്ങാൻ 19 വയസ്സുകാരിയായ ജാൻവിക്ക് കഴിഞ്ഞില്ല. ജാൻവിയുടെ തലയോട്ടി തകരുന്ന രീതിയിൽ അതിക്രൂരമായി ആക്രമിച്ചതിനു ശേഷം അവൻ ജാൻവിയെ ആ 2nd ഫ്ലോർ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. അപ്പോൾ ജാൻവിയുടെ ശരീരവും തലയും താഴെയുള്ള സിമന്റ് പടികളിൽ ഇടിച്ചിടിച്ച് ഉരുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു വീണു. അവിടെ ചോരയിൽ കുളിച്ച് പിടഞ്ഞ് ജാൻവി മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ ജഡ്ജി തന്റെ കൈവശമിരുന്ന ജഡ്ജ്മെന്റ് ഫയൽ നോക്കി ഓരോ വാക്കുകളും വളരെ പതുക്കെ വായിക്കാൻ തുടങ്ങി. ഈ കേസിൽ സമർപ്പിക്കപ്പെട്ട CCTV ദൃശ്യങ്ങൾ, ഫോറൻസിക് തെളിവുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, പ്രതിയായ ശ്രീ നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികൾ എന്നിവയെല്ലാം കോടതിക്ക് മുന്നിൽ ഒരു കാര്യം വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്.
ദേഷ്യത്തിന്റെ പരമാവധിയിൽ ശ്രീ ജാൻവിയെ അതിക്രൂരമായി ആക്രമിച്ച് പടിക്കെട്ടിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നത് തന്നെയാണ് കോടതി അടിവരയിട്ട് പറഞ്ഞത്. ദിയയോട് ശ്രീ മോശമായി പെരുമാറിയത് കണ്ട് ജാൻവി ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഈ വഴക്ക് ആരംഭിച്ചത്. ആ ആക്രോശത്തിലാണ് ശ്രീക്ക് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതും ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തിയതും. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ അല്ല, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകം അല്ലെങ്കിൽ പോലും ഒരു 19 വയസ്സുള്ള പെൺകുട്ടി ഇത്രയും ക്രൂരമായി ആക്രമിച്ച് ജീവൻ അപഹരിക്കുന്ന തരത്തിൽ അക്രമം കാണിച്ചത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്ന് ശ്രീ ജോഗ്തങ്കർ IPC സെക്ഷൻ 302 പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നുവെന്ന് ജഡ്ജി പ്രഖ്യാപിച്ചു. അതിനുശേഷം ശ്രീക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ജഡ്ജി തന്റെ അന്തിമ വിധി പുറപ്പെടുവിച്ചു. എന്നാൽ അടുത്ത ചില നിമിഷങ്ങളിൽ വന്ന വിധി കോടതിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും വലിയൊരു ഞെട്ടലിലേക്ക് തള്ളിവിട്ടു. കാരണം ജഡ്ജ് അടുത്തതായി ദിയയുടെ പേരാണ് വായിക്കാൻ തുടങ്ങിയത്. ദിയ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള ശക്തമായ യാതൊരു തെളിവുകളും പ്രോസിക്യൂഷൻ ഭാഗത്തിന് കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, പോലീസിന്റെ അന്വേഷണത്തിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ചകൾ കാരണം ദിയക്കെതിരെയുള്ള തെളിവുകളുടെ വിശ്വാസ്യത തന്നെ ദുർബലപ്പെട്ടു പോയി. അതുകൊണ്ട് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, അതായത് സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് അനുകൂലമാക്കിക്കൊണ്ട് ദിയയെ ഈ കേസിൽ നിന്നും കോടതി വെറുതെ വിട്ടു. ഈ വിധി ജാൻവിയുടെ അമ്മ നിധിക്ക് ഒരു വശത്ത് ആശ്വാസവും മറുവശത്ത് ജീവിതകാലം മുഴുവനും മറക്കാൻ കഴിയാത്ത വലിയൊരു വേദനയുമാണ് നൽകിയത്. ഒരു സാധാരണ അമ്മയായിരുന്നെങ്കിൽ ഈ വിധിക്ക് ശേഷം അവർ തളർന്നു പോയേനെ. എന്നാൽ നിധി വെറുതെ ഇരുന്നില്ല. വിധി വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വലിയൊരു പ്രഖ്യാപനം നടത്തി. ദിയയുടെ ഈയൊരു വിടുതൽ ഞാൻ തീർച്ചയായും ബോംബെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് അവർ പറഞ്ഞു. തന്റെ വക്കീൽ മുഖേന നിധി ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി ഫയൽ ചെയ്തു. ദിയ അന്ന് ആ ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു. കുറ്റകൃത്യം നടക്കുന്നത് അവൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതുമാണ്. പോലീസിന്റെ വീഴ്ചകൾ കാരണമാണ് അവൾക്ക് മോചനം ലഭിച്ചത്, അല്ലാതെ അവൾ നിരപരാധിയല്ല. അതുകൊണ്ട് ഈ കേസിൽ പുനരന്വേഷണം വേണമെന്ന് അവർ ശക്തമായി വാദിച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ സമീപകാലത്ത് 2026 മെയ് മാസത്തിൽ നിധി ഹൈക്കോടതിയിൽ വികാരനിർഭരമായ മറ്റൊരു ഹർജി കൂടി ഫയൽ ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി പോലീസിന്റെ കസ്റ്റഡിയിൽ തെളിവുകളായി സൂക്ഷിച്ചിരിക്കുന്ന ജാൻവിയുടെ വ്യക്തിപരമായ സാധനങ്ങൾ, അതായത് അവളുടെ ഫോൺ, ലാപ്ടോപ്പ്, പേഴ്സണൽ ഡയറികൾ എന്നിവ തങ്ങൾക്ക് തിരികെ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്റെ മകളെ എനിക്കിനി ഒരിക്കലും തിരികെ ലഭിക്കില്ല, എന്നാൽ അവളുടെ ഓർമ്മകളെങ്കിലും എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ അമ്മ കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ കോടതി മുറിക്കുള്ളിലുള്ളവർക്ക് പോലും ഒരു നിമിഷം കണ്ണു നിറഞ്ഞുപോയി. ഇതുവരെയും വീഡിയോ കണ്ടുകൊണ്ടിരുന്നു, ഇപ്പോഴും ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ നൽകുന്ന ആ ഒരു ലൈക്കായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിധി ഈ കേസിൽ തെറ്റുകാരിയാണോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.